ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. അതിവിശാലമായ മുംബൈ നഗരം. അവിടെ ഉണ്ടായിരുന്ന ഒരു ബീച്ചിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അവനാകെ അമ്പരന്ന് ഭയന്നു പോകുന്നുണ്ട്. നോക്കുമ്പോൾ വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു ഷിപ്പ് ഇപ്പോൾ കരയിലേക്ക് വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ സംഭവിച്ച ഈ ഒരു കാര്യം അധികം വൈകാതെ ആ നാട് മുഴുവൻ ആളിപ്പടരുകയാണ്. കാരണം ഈ രാത്രിയിൽ കരക്കടിഞ്ഞിരിക്കുന്നത് 12 വർഷങ്ങൾക്ക് മുന്നേ കാണാതായ സീ ബേഡ് എന്ന ദുരൂഹമായിട്ടുള്ള കപ്പലാണ്. എങ്ങനെയാണ് 12 വർഷങ്ങൾക്ക് മുന്നേ ആ കപ്പലിൽ കാണാതായത്? ഒറ്റ രാത്രിയിൽ അതിലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഇതൊരു പ്രേത സിനിമയാണെങ്കിലും ഭയങ്കര രസമുള്ള, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ ട്വിസ്റ്റുകൾ, ഒന്നല്ല 2 ട്വിസ്റ്റുകൾ. അതുപോലെ ഈ കഥ പറയാനായിട്ട് ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സിനിമ. ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ കണ്ട സിനിമ. അത് പറയാനും അത്രയും ഇഷ്ടമുണ്ടാവും. എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ഉണ്ട് ഈ കഥ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്നു. അപ്പൊ ഒരുപാട് തള്ളി മറിച്ചതല്ലേ, അപ്പോൾ അത് തള്ളലാണോ അല്ലയോ എന്നുള്ളത് കഥയിലേക്ക് പോയി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു ക്യാമറയിൽ ഒരു വിഷ്വൽ അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ നടക്കുകയാണ്. കുട്ടിയുടെ പേര് മീര എന്നാണ്. ഈ ഫംഗ്ഷൻ നടക്കുന്നത് ഒരു കപ്പലിൽ വെച്ചാണ്. അപ്പൊ ആ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ക്യാപ്റ്റന്റെ മകളാണ് മീര. അപ്പൊ നല്ല കേക്ക് എല്ലാം കൊണ്ടുവന്ന് എല്ലാവരും അത് കട്ട് ചെയ്ത് പാർട്ടി നന്നായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. മീരയുടെ അമ്മയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നീട് കപ്പലിലെ എല്ലാ ജോലിക്കാരും വരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഇതേ നേരം തന്നെ മീരയാണെങ്കിൽ ഒരു ഭാഗത്ത് ക്ഷീണിച്ചത് കൊണ്ടായിരിക്കണം ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പൊ മീര ഒരു പാട്ട് കേൾക്കാണ്. ആ പാട്ട് കേൾക്കാൻ നല്ല രസമുള്ളത് കൊണ്ട് തന്നെ ആ പാട്ടിന്റെ പിന്നാലെ ഇപ്പോൾ മീര പോവാണ്. നേരെ ആരും ഇല്ലാത്ത കപ്പലിന്റെ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഒരു കൊറിഡോർ പോലെയുള്ള ഒരു ഏരിയ. അപ്പൊ അങ്ങോട്ടേക്ക് മീര എത്തിയ സമയത്ത് എന്താണെന്നറിയില്ല, ഒരു അദൃശ്യമായ ശക്തി വന്നിട്ട് അവളിങ്ങനെ എടുക്കും താഴ്ത്തും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് മുകളിലിട്ട് കളിക്കില്ലേ, അതുപോലെ. എന്നാൽ ആരാണ് ഈ മീര എടുക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന പാവ് വീണുപോയി. ഞാൻ എന്റെ പാവ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് മീര മുന്നോട്ടേക്ക് പോയ സമയത്ത് അത് എടുക്കാനായിട്ട് ആ ശക്തി അവളെ സമ്മതിക്കുന്നില്ല. പാവം മീരയെ ആ ഒരു അദൃശ്യ ശക്തി കപ്പലിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ഇവിടെ സീൻ കട്ടായി. ഇപ്പോഴാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ബൂത്ത്. ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള പൃഥ്വിയെ കാണിക്കുകയാണ്. ആളൊരു ഷിപ്പിംഗ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് വളരെ വിഷമത്തിൽ നിൽക്കുന്ന പൃഥ്വിനാണ് ആദ്യം കാണിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു ഫ്ലാഷ് ബാക്കിലൂടെ അത് നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു കല്യാണം നടക്കുന്ന വീട്. ആ സ്ഥലത്തിലേക്ക് പൃഥ്വി യൂണിഫോമിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. കല്യാണ പെണ്ണ് ചാടി അവന്റെ കൂടെ വരുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് പ്രണയിക്കുകയാണ്. പക്ഷെ ആ ഒരു പ്രണയമൊന്നും വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തില്ല. അവളെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഇതുപോലെ പൃഥ്വിന്റെ കൂടെ അവളെ ചാടി വരുന്നത്. പിന്നീട് വേഗം തന്നെ രജിസ്റ്റർ മാരേജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതിനുശേഷം അവരുടെ ജീവിതം എന്ന് വെച്ചാൽ വളരെ ഹാപ്പി ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. കുഞ്ഞിന്റെ പേര് മേഘ എന്നാണ്. ശരിക്കും പൃഥ്വിയുടെ ലൈഫ് ഒരു സ്വർഗം പോലെയായി മാറുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്വർഗം തകിടം മറിഞ്ഞ് ഇല്ലാതാവാണ് ഒരു അപകടത്തിലൂടെ. ആ ആക്സിഡന്റിൽ മേഘ അതുപോലെ തന്നെ പൃഥ്വിന്റെ ഭാര്യ രണ്ടുപേരും മരണപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ എന്തോ ഒരു വലിയ സൗഭാഗ്യം അവന് കിട്ടിയതായിരുന്നു. അത് അതുപോലെ തന്നെ പൃഥ്വിന് നഷ്ടമാവുകയും ചെയ്തു. അപ്പൊ അതിന്റെ ആ ഒരു വേദനയിലാണ് പൃഥ്വി. അപ്പോൾ അതുപോലെ തന്നെ ഡിപ്രഷന്റെ ആ ഒരു പടുകുഴിയിലേക്ക് അവൻ വീണുകൊണ്ടിരിക്കുക എന്നല്ല, ഭയങ്കരമായ ഡിപ്രഷനിലാണ് അവനിപ്പോ. പിന്നീട് പ്രസന്റ് ഡേ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷിപ്പിംഗ് ഓഫീസറാണ്. യാർഡിൽ ഒരുപാട് കണ്ടെയ്നേഴ്സും ഷിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യുന്ന ജോലിയാണ് ഇപ്പൊ പൃഥ്വിക്ക്. അങ്ങനെ ഓരോ കണ്ടെയ്നറും രാത്രിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ചെക്ക് ചെയ്ത് പൃഥ്വി അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്നും ഒരു വല്ലാത്ത ശബ്ദം കേട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് അത് തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതാരാണ് ഇതിവിടെ വെച്ച് ചെയ്തതെന്ന് നോക്കുമ്പോൾ ആ ഒരു ഷിപ്പ് യാർഡിൽ തന്നെ ഉണ്ടായിരുന്ന 3 പേരാണ് ഈ ഒരു കാര്യം ചെയ്തത്. 3 പേരെയും ഒറ്റയ്ക്ക് തന്നെ ഇപ്പൊ പൃഥ്വി നേരിടുകയാണ്. അവരെ കീഴ്പ്പെടുത്തുന്നതുകൊണ്ട് അധികം വൈകാതെ പോലീസുകാരെ വിളിച്ചു വരുത്തുകയാണ്. പത്രക്കാരും എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് ബഹളായി. എല്ലാവരും അറിഞ്ഞ ഈ കാര്യം. ആ 3 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ മുഴുവനായിട്ടും ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് പൃഥ്വിന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു പോലീസുകാരനാണ് റിയാസ്. റിയാസ് വന്ന് ചോദിക്കുന്നുണ്ട്, നീ ആരടാ, സൂപ്പർ ഹീറോയോ? ഒറ്റയ്ക്ക് പോയിട്ട് ഇതൊക്കെ നേരിടാൻ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞാൽ ആദ്യം ഞങ്ങൾ അറിയിച്ചാൽ പോരെ? ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ കൈയൊക്കെ ആകെ പൊട്ടിയിരിക്കുന്നത്? റിയാസ് ഇങ്ങനെ പറയാനുള്ള കാരണം അവനോട് അത്രയും സ്നേഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആകെ കൂടെ പറയാനായിട്ട് ഈ റിയാസേ ഉള്ളൂ. പക്ഷെ പൃഥ്വിനാണെങ്കിൽ ഇത്രയും കുട്ടികളെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു മാനസികമായ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് പൃഥ്വി ആ ഒരു സോഫയിൽ അങ്ങനെ കിടക്കുകയാണ്. ഇതേ സമയത്തിന് ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പർ ഗ്ലാസ് വയർ വെച്ചുണ്ടാക്കിയ ഒരു ടെലിഫോൺ പോലത്തെ പരിപാടി ഉണ്ടല്ലോ, അത് ആ ഒരു സോഫയിൽ തന്നെയുണ്ട്. പൃഥ്വിന്റെ മകള് മേഘ കളിക്കുന്നതായിരുന്നത്. എന്തായാലും ആ ഒരു ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് അതിലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. മോളെ മേഘ, ഇന്ന് അച്ഛൻ ഒരുപാട് നിന്നെപ്പോലെയുള്ള കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. മോൾ അതൊക്കെ കാണുന്നുണ്ടാവുമല്ലേ? അങ്ങനെ പിന്നീട് അവളുടെ ആത്മാവിനോട് സങ്കല്പം എന്ന രീതിയിൽ അങ്ങനെ സംസാരിച്ച് പാവം പൃഥ്വി അങ്ങനെ ഉറങ്ങിപ്പോവാണ്. ഇതേ രാത്രിയിൽ തന്നെ മുംബൈ സിറ്റിയുടെ അവിടെ ഒരു ബീച്ച് ഉണ്ട്. ആ ബീച്ചിലിരിക്കുന്ന ഒരു യുവാവ് ആരോടോ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നൊരു കാര്യം അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കണ്ട് അമ്പരന്ന് ഞെട്ടിപ്പോയി അവനങ്ങനെ എഴുന്നേറ്റ് കണ്ണും തള്ളി നിൽക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, ഒരു വലിയ ഷിപ്പ് നേരെ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വെള്ളം അധികം ഇല്ലാത്ത സ്ഥലത്ത് വന്നതുകൊണ്ട് തന്നെ അത് അവിടെ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പൃഥ്വി ഉണ്ടല്ലോ നേരെ ഓഫീസിലേക്ക് പോകണം. എല്ലാവരും ക്ലാപ്പ് ചെയ്താണ് സ്വീകരിക്കുന്നത്. കാരണം അത്രയും
വലിയൊരു കാര്യം ചെയ്തത്, വലിയ മീഡിയ അറ്റൻഷനും ഇവന് കിട്ടിയിട്ടുണ്ട്. ഇതേ സമയം ഇവരുടെ ബോസ് അങ്ങോട്ടേക്ക് വരികയാണ്. പൃഥ്വിയെ വിളിച്ചിട്ട് നേരെ ന്യൂസ് റൂമിലേക്ക് കൊണ്ടുപോകണം. നോക്കുമ്പോ എന്താ, ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ലേ, ആ സംഭവമാണ് ഇന്നത്തെ ന്യൂസിൽ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മിസ്റ്റീരിയസ് ആയിട്ട് 12 വർഷങ്ങൾക്ക് മുന്നേ കാണാതായ ഒരു പഴയ കപ്പലാണത്, സീ ബേർഡ്. ഇതിപ്പോ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഈ കപ്പലിന് ശരിക്കും എന്താ സംഭവിച്ചത്? അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എവിടെ? സിറ്റിയിലെ മുഴുവൻ ചർച്ചാ വിഷയം ഈ ഒരു കാര്യമാണ്. അതായത് ഈ കപ്പൽ എങ്ങനെ ബീച്ചിലേക്ക് വന്നു, എന്താണ് ഇതിന്റെ പിന്നിൽ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പത്രക്കാരും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര നാഷണൽ ലെവലിലായിട്ട് തന്നെ ന്യൂസ് ആയിട്ടുണ്ട്. പോരാത്തതിന് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. ഇതൊരു ഗോസ്റ്റ് ഷിപ്പാണ്, അതിലെന്തോ ചെകുത്താനുണ്ട്, പ്രേതമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ പലതരം സ്റ്റോറീസ്. സോ ആ ഒരു സ്റ്റോറീസിനൊക്കെ ഒന്നും കൂടെ ഒരു ബലം നൽകുന്ന രീതിയിലാണ് കരയിലേക്ക് ഈ ഒരു ഷിപ്പ് വന്നടിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹീറോയുടെ ആ ഒരു കമ്പനി, അവന്റെ ബോസ് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ കുറച്ചേരം നോക്കിയതിന് ശേഷം ഈ കപ്പലിനെ കടലിലേക്ക് കൊണ്ടുപോയി കളയേണ്ട ആ ഒരു ജോലി അത് നമ്മുടെ പൃഥ്വിന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നാളെ തന്നെ വന്ന് അതിന്റെ ആ ഒരു ജോലി തുടങ്ങണം. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു, രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയ സമയത്ത് ചില കുന്തളിപ്പ് പിടിച്ച പിള്ളേരുണ്ടാവുമല്ലോ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് വന്ന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതുപോലെ ഒരു കപ്പിൾസ് രാത്രി ആയപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. വേറെ ആരും അവിടെ ഇല്ല. ഇവർ രണ്ടുപേരും ആ ഒരു കപ്പലിലേക്ക് വലിഞ്ഞു കയറുകയാണ് കേട്ടോ, ജസ്റ്റ് ഒരു അഡ്വഞ്ചർ എന്ന രീതിയിൽ. എന്നിട്ട് പറയണം, നമുക്ക് രണ്ടുപേർക്കും സാറ്റ് കളിച്ചാലോ. ഒരാവശ്യമില്ലാത്ത പരിപാടി കേട്ടോ, വേറെ എന്ത് കളിച്ചാലും സാറ്റ് കളിക്കാൻ പാടില്ലായിരുന്നു. സാറ്റ് കളിക്കാന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ, ഒളിച്ചു കളി. അങ്ങനെ രണ്ടുപേരും പോയിട്ട് രണ്ട് ഭാഗത്ത് ഒളിക്കുന്നുണ്ട്. എന്ന് ഈ പെണ്ണ് നോക്കിയിട്ട് ചെക്കനെ കാണാനില്ല. ഡാ, നീ എന്നെ വെറുതെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ, എവിടെയാ, മര്യാദക്ക് പുറത്തേക്ക് വന്നുണ്ട്. അവള് ടോർച്ചിന്റെ ലൈറ്റും അടിച്ച് അതിലൂടെ അങ്ങനെ പോയി നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ താഴേക്ക് വീഴാണ്. വീണ സമയത്ത് അത് എടുക്കാനായിട്ട് ഈ പെൺകുട്ടി കുനിയുന്നുണ്ട്. അതേ നേരം തന്നെ അവളുടെ പിന്നിലായിട്ട് ഒരു രൂപത്തെ അവള് കാണുന്നില്ല, അത് നമുക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതേ സമയത്ത് ആ ഒരു ചെറുക്കനെ നോക്കുകയാണെങ്കിൽ, പെണ്ണെ നീ എവിടെയാ, മര്യാദക്ക് വന്നോ, ഓവറായിട്ട് കളിപ്പിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡ് തുറന്നതും ആ കബോർഡിന്റെ ഉള്ളിൽ ഇപ്പോ അവന്റെ ആ ഒരു ഗേൾ ഫ്രണ്ടിനെ കാണുകയാണ്. മാത്രമല്ല ആ ഒരു പെണ്ണിനെ എന്തോ ഒന്ന് വന്ന് അങ്ങോട്ടേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ആ രാത്രിയിൽ അവിടെ എന്ത് സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ പൃഥ്വിയും അവന്റെ ടീമും കൂടെ വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു കപ്പലിനെ വലിച്ച് കടലിലേക്ക് കൊണ്ടുപോകണല്ലോ. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഇതെങ്ങനെ ഇവിടെ എത്തി, ഇതെങ്ങനെ ഇവിടെ സ്റ്റക്കായി എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനായിട്ട് തന്നെ പൃഥ്വി നേരെ ആ ഒരു പഴയ കപ്പലിന്റെ ഉള്ളിലേക്ക് പോവാണ്. അതിന്റെ ഉൾഭാഗത്തെല്ലാം പോയി പരിശോധിക്കുന്നുണ്ട്. ഡോറും തുറന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ ആ ഒരു വരാന്തയിലൂടെ പോകുന്ന സമയത്ത് നിലത്ത് വീണെടുക്കുന്ന ഒരു പാവയെ ഇപ്പൊ ഈ ഒരു പൃഥ്വി കാണുന്നുണ്ട്. ആ ഒരു പാവ അത് ആരുടേതാണെന്ന് മനസ്സിലായോ? സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട മീര എന്ന ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പാവയായിരുന്നു അത്. എന്തായാലും അതിനെ ഒന്ന് സൈഡിലേക്ക് വെച്ച് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് പൃഥ്വി. പകലാണെങ്കിലും ഇതിന്റെ ഉൾഭാഗത്ത് നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് ടോർച്ച് അടിച്ചുകൊണ്ടാണ് പൃഥ്വി ഉള്ളിലേക്ക് പോകുന്നത്. ഇതേ സമയത്ത് തന്നെ ചിലന്തിയെ പോലെ പോകുന്ന ഒരു സ്ത്രീയുടെ രൂപം മുകളിലൂടെ അതങ്ങനെ പറ്റിപ്പിടിച്ചു പോവാണ്. ശബ്ദം കേട്ട് പൃഥ്വി തിരിഞ്ഞു നോക്കിയെങ്കിലും ആ രൂപത്തെ അവൻ കാണുന്നില്ല. വീണ്ടും ഓരോ റൂമിലായിട്ട് പരിശോധിക്കുകയാണ്. അങ്ങനെ ഒരു മുറിയിലേക്ക് കയറിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് അത് താഴേക്ക് വീഴാണ്. എടുക്കാൻ വേണ്ടി കുനിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കട്ടിലിന്റെ അടിയിൽ നേരത്തെ അവൻ സൈഡിലാക്കി കഴിച്ച പാവയുണ്ടല്ലോ, അതിനെ വീണ്ടും കാണുകയാണ്. ഇതിപ്പോ എങ്ങനെ ഇവിടെ വന്നേ, ഒന്നും കൂടെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ് വെച്ചിട്ട് അതിനെ തോണ്ടി എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പാവ കാണാതായി. ഇത് എവിടെ പോയി എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവന്റെ അപ്പുറം ഭാഗത്ത് പെട്ടെന്ന് ആ ഒരു പാവ വന്ന് നിൽക്കുകയാണ്. പിന്നീട് അതിന്റെ ഉള്ളിൽ നിന്നും വല്ലാത്തൊരു പാട്ടും. അവനാകെ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി എന്ന് പറയാം. വേഗം തന്നെ ഇപ്പൊ പൃഥ്വി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ രാത്രി ആയപ്പോൾ ഫ്രണ്ടായിട്ടുള്ള റിയാസ് ഉണ്ടല്ലോ, അവനെ കണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവർ ആ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് റിയാസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എടാ ആ കപ്പലുണ്ടല്ലോ അതിലെന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ട് നിനക്ക് എന്തെങ്കിലും കാണാനോ കേൾക്കാനോ പറ്റിയിട്ടുണ്ടോ? കാരണം ആ കപ്പലിനെ പറ്റി പല കഥകളും ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും അതിനെക്കുറിച്ച് പൃഥ്വി പറയുന്നില്ല കേട്ടോ. ഇന്നുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസും അതൊന്നും പറയുന്നില്ല. എനിക്ക് വലിയ ധാരണയില്ല എന്ന് പറഞ്ഞിട്ട് ചായം കുടിച്ച് രണ്ടുപേരുടെ വഴിക്ക് പോവാണ്. രാത്രിയായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കമൊന്നും വരുന്നില്ല, ഫുള്ള് ആലോചനയാണ്. ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, ഉറങ്ങിക്കളയാന്ന് പറഞ്ഞിട്ട് അവൻ പതിയെ ഉറക്കത്തിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരു സ്ത്രീ. അത് മറ്റാരുമല്ല, അവന്റെ ഭാര്യ തന്നെയാണ്. ഏതൊരു അപകടത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലേ, ചിലപ്പോ വെള്ളത്തിൽ വീണിട്ടായിരിക്കണം. ഇതേ സമയം വീണ്ടും മറ്റെന്തോ ഒരു വല്ലാത്ത ശബ്ദം കേട്ട് അവൻ ചാടി എഴുന്നേൽക്കുമ്പോൾ ഇന്ന് കപ്പലിൽ കണ്ട അതേ പാവ് തന്നെ അവന്റെ റൂമിന്റെ ഒരു അരികിലായിട്ട് പെട്ടെന്നായതുകൊണ്ട് തന്നെ അവനാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ റിയാസ് ഉണ്ടല്ലോ, അവനെയും കൂട്ടി ആ ഒരു കപ്പലിലേക്ക് പോയിട്ട് മുഴുവനായിട്ടൊന്ന് അരിച്ച് പരിശോധിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടി. എന്തൊക്കെയോ പിന്നീട് കുറച്ച് സാധനങ്ങൾ വാരി പെറുക്കി ഒരു സഞ്ചിയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് റിയാസ് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ റിയാസ് നോക്കുമ്പോൾ അവന്റെ ഫോണിൽ സിഗ്നലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് നേരെ പുറത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിലോ അവിടെ മുഴുവനായിട്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നേരം പെട്ടെന്നൊരു റൂം ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരികയാണ്. എന്നാൽ ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയ പൃഥ്വി ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. 12 വർഷമായിട്ട് കാണാതായ ഈ പഴയ കപ്പൽ, ഇതിന്റെ ഉള്ളിൽ ഈ റൂം മാത്രം എന്തെങ്ങനെ? കാരണം എന്താണെന്നറിയോ, ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും തുരുമ്പ് പിടിച്ചെടുക്കുകയാണെങ്കിലും ഈ റൂം വളരെ ഫ്രഷ് ആയി ക്ലീൻ ആയി നിൽക്കുകയാണ്. വേഗം തന്നെ ഫോൺ എടുത്ത് ആ റൂമിന്റെ ഫോട്ടോ ഇപ്പോൾ പൃഥ്വി എടുക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ വിചിത്രമായിട്ടുള്ള ഒരു രൂപത്തെ അവൻ കാണുകയാണ്. വല്ലാണ്ട് പേടിച്ചു പോയി. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് റിയാസിനെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഈ ഒരു കപ്പലിന്റെ ഡോറ് തുറന്നുകൊണ്ട് ഒരു രൂപം പുറത്തേക്ക് വന്ന് താഴേക്ക് എടുത്ത് ചാടുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ പൃഥ്വി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. താഴേക്ക് നോക്കിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് ബോഡി ഒന്നും കാണാനില്ല. എന്നാൽ തിരിഞ്ഞ സമയത്ത് അവന്റെ പിന്നിലേക്ക് ഇതേ രൂപം വരികയാണ്. അവനെ വല്ലാണ്ടിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. വേഗം
റിയാസിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോവാണ്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവനെടുത്ത ആ ഒരു ഫോട്ടോയും റിയാസിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇപ്പൊ അവന്റെ മൊബൈൽ എടുത്ത ആ ഒരു ഫോട്ടോയിൽ നോക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ആ റൂമൊന്നുമല്ല, പഴകിയതുപോലെ ബാക്കിയുള്ള എല്ലാ റൂമും പോലെ തന്നെയാണ് ആ റൂം. ഇപ്പൊ റിയാസ് പറയണത്, എടോ എല്ലാം നിന്റെ തോന്നലാണ്, നീ എന്തായാലും തൽക്കാലം ഒന്ന് വീട്ടിലേക്ക് പോ, നല്ല കൂളായിട്ടൊന്ന് ഉറങ്ങും, എല്ലാം ശരിയാവുമെന്ന് പറയാണ്. പക്ഷേ പൃഥ്വിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം അങ്ങനെ എത്ര എളുപ്പത്തിലൊന്നും ശരിയാവില്ല, എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട്. മാത്രമല്ല നമ്മുടെ പൃഥ്വിന് കപ്പലിൽ വെച്ച് ഒരു പഴയ വീഡിയോ ക്യാമറ കിട്ടിയായിരുന്നു. അപ്പൊ ഒരു സ്റ്റുഡിയോയിലേക്ക് ചെന്നിട്ട് അതിലെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഇപ്പൊ പരിശോധിക്കുകയാണ്. ആരോ ഒരാൾ ആ ഒരു കപ്പലിന്റെ വീഡിയോ അതങ്ങനെ എടുത്ത് പോവാണ്. പെട്ടെന്ന് തന്നെ കാർഗോയുടെ ആ ഒരു ഏരിയയിലെത്തിയ സമയത്ത് ഒരു ലേഡി എന്തൊക്കെയോ കാര്യങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് മുഴുവൻ ഡ്രഗ്സ് ആണ്. ഈ വീഡിയോ എടുക്കുന്നത് ആ കപ്പലിലെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ക്യാപ്റ്റന്റെ ഭാര്യ, അതായത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പെൺകുട്ടിയുടെ അമ്മയുണ്ടല്ലോ, ആ സ്ത്രീയാണ്. മാത്രമല്ല പിന്നീടുള്ള വിഷ്വലിൽ ഈ സ്ത്രീയെ തന്നെ ക്യാപ്റ്റൻ അടിക്കുന്നതായിട്ടുള്ള ഉപദ്രവിക്കുന്നതായിട്ടുള്ള വിഷ്വൽസും ഉണ്ട്. ഈ നേരം തന്നെ റിയാസ് വിളിക്കുന്നുണ്ട്, ഡാ നീ എത്രയും പെട്ടെന്ന് വരണം, ലൊക്കേഷൻ ആയിട്ട് വരാം, വേഗം വാന്ന് പറഞ്ഞിട്ട് പൃഥ്വിയെ വിളിച്ചു വരുത്താണ്. നോക്കുമ്പോൾ ഒരു ഡോക്ടറുടെ വീണാണ്. നീ എന്തായാലും ഡോക്ടറോട് ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് റിയാസും ഭാര്യയും വേഗം അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആഹാ, എന്നെ കൊണ്ടൊന്ന് പെടുത്തിയല്ലേ. ഇതേ നേരം തന്നെ ആ ഒരു ഡോക്ടർ പൃഥ്വിയോട് സംസാരിക്കുന്നുണ്ട്, നിന്നെ പോലെ തന്നെ എന്റെ കുടുംബത്തെ മുഴുവനായിട്ട് നഷ്ടപ്പെട്ട ആളാണ് ഞാൻ, എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമില്ല, നീ ഇപ്പോഴും നിന്റെ ഫാമിലിയെ കാണാറുണ്ടോ? ഇപ്പൊ പൃഥ്വി പറയാണ്, ഞാൻ കാണാറുണ്ട്, പക്ഷേ അത് കാണാതിരിക്കാനായിട്ട് ഞാൻ ഒരു സമയത്ത് കുറെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചായിരുന്നു, എന്നാൽ അവരില്ലാത്ത ഈ ഒരു ലോകത്ത് എനിക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ടാബ്ലറ്റ് കഴിക്കുന്ന പരിപാടി ഞാൻ നിർത്തി, അവരിപ്പോഴും എന്റെ കൂടെയുണ്ട്. എന്നാൽ ഡോക്ടർ പറയാണ്, അവര് പോയതല്ലേ, അവരെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത്. എന്നാൽ പൃഥ്വി പറയാണ്, അതൊക്കെ വെറും എന്റെ ഒരു ഇലൂഷൻ അല്ലേ, ആ ഒരു ഇലൂഷനിൽ ഞാൻ ജീവിച്ചോട്ടെ, എന്റെ സന്തോഷം അതാണെങ്കിൽ അതെന്തിനാ ബാക്കിയുള്ളവർ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നത്. എന്തായാലും അവൻ പറഞ്ഞുകൊണ്ട് വന്നേ ഉള്ളൂ, സോറി ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് പൃഥ്വി അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ സീൻ കെട്ടായി പിന്നീട് ആ ഒരു ബീച്ചിൽ കാണിക്കുകയാണ്. ഇപ്പൊ രണ്ട് പിള്ളേര് അവരുടെ എന്തോ ഒരു സാധനം വീണ് പോയപ്പോ എന്തോ ടീഷർട്ടേ തോന്നുന്നു, അത് എടുക്കാനായിട്ട് നേരെ ആ ഒരു ബീച്ചിലേക്ക് പോകണം. ആ സാധനം അത് അവിടെ കിടക്കുന്നു. ഇതും പറഞ്ഞ് ഇവർ ആ ഒരു ടീഷർട്ട് എടുത്തതേ ഓർമ്മയുള്ളൂ. അതിന്റെ അടിയിലായിട്ട് ഒരു കാര്യം കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടി തരിച്ചു പോകുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ വികൃതമാക്കപ്പെട്ട ഒരു തല. അറിഞ്ഞ പാട് തന്നെ പോലീസുകാര്, ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ആളുകൾ എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെൺകുട്ടി മറ്റാരുമല്ല, ഈ കപ്പലിലേക്ക് ഒരു ദിവസം രാത്രി സാറ്റ് കളിക്കാൻ വന്ന ആ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയാണിത്. നാട്ടുകാർക്ക് പിന്നെ വേറെ എന്തെങ്കിലും വേണോ? ഇത് പ്രേതക്കപ്പലാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിനെയും അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെയും ബോസ് വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ഈ ചെയ്യുന്നത്? വാർത്തയൊക്കെ കണ്ടില്ല, ആൾക്കാർ ഒരുപാട് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അതാ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് എന്ത് സംഭവിച്ചാലും എല്ലാം ആ ഒരു ഷിപ്പിന്റെ പെടലിലായിരിക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഷിപ്പ് അവിടെ നിന്ന് മാറ്റി. ഈ സമയത്ത് ഹീറോ അതുപോലെ തന്നെ മറ്റേ ആളും പറയുന്നുണ്ട്, സാറേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമത് അതിന്റെ ഉള്ളിൽ ഒരുപാട് ഓയിൽസ്, അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. അപ്പൊ ഒറ്റയടിക്ക് ഇത് മാറ്റാൻ നോക്കിയാൽ അതിനെങ്ങാനും ഒരു ലീക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ദുരന്താവസ്ഥയിലേക്ക് എത്തും. അപ്പൊ കൂടുതലായിട്ട് പഠിച്ച് വളരെ സേഫ്റ്റിയോട് കൂടിയിട്ട് മാത്രമേ ഈ കപ്പൽ ഇവിടുന്ന് മാറ്റാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇത് മാറ്റാനുള്ള വലിയ എക്യുപ്മെന്റ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ബോസ് പറയാണ്, അങ്ങനെയാണെങ്കിൽ വല്ല പ്രൈവറ്റ് കമ്പനി നിങ്ങൾ സമീപിക്കുക, അവരോട് ഹെൽപ്പ് ചോദിക്കുക. അപ്പൊ ഇവര് പറയാണ്, സാറേ ഈ ഷിപ്പിന്റെ കാര്യം പറഞ്ഞ് ആരെടുത്തെങ്കിലും ചെന്നാൽ ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന്. ഇപ്പൊ ബോസ് അവരോട് പറയാണ്, എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പോയിട്ട് പല പ്രൈവറ്റ് കമ്പനിയും സമീപിക്കുന്നുണ്ട്. അതായത് പ്രൈവറ്റ് ആയിട്ട് ഷിപ്പുകളുള്ള പല കമ്പനിയിലെയും. എന്നാൽ എല്ലാവരും ഇത് റിജക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരാൾ പറയാണ്, എന്റെ പൊന്നു സാറേ അതിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരല്ലേ, നിങ്ങൾക്ക് ആ ഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതല്ലേ, സീ ബേർഡ്. അന്ന് രാത്രിയിൽ ആ കപ്പലിലുള്ള എല്ലാ ആൾക്കാരും ഒറ്റ രാത്രി കൊണ്ടാ കാണാതായത്. എന്ത് സംഭവിച്ചെന്ന് ഒരു ആർക്കും അറിയില്ല. എനിക്ക് വിശ്വാസമുണ്ട് സാറേ, പ്രേതബാധ ഉണ്ടോന്ന് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ പല സ്മഗ്ലിങ്ങും കാര്യങ്ങളും അതിൽ നടന്നിട്ടുമുണ്ട്. അപ്പൊ ദയവ് ചെയ്തിട്ട് എന്നെ ഇതിലേക്ക് വലിച്ചിടല്ലേ, പേടിയുണ്ട് സാറേ, നല്ല പേടിയുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ അവസാനം ഒരു കമ്പനി സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ കപ്പൽ വന്നിട്ടുണ്ട്, വലിയൊരു റോപ്പും കാര്യങ്ങളൊക്കെ ഈ പഴയ കപ്പലിൽ കെട്ടിയിട്ട് ആ പുതിയ കപ്പൽ ഇതിനെ കടലിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ ആ ഒരു പുതിയ കപ്പലിന്റെ ഉള്ളിൽ നിന്നും പുകയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിനുള്ളിൽ നിന്നും ഒരാൾ താഴേക്ക് വീഴുന്നതും നമ്മുടെ ഹീറോ, അതായത് പൃഥ്വി കാണുകയാണ്. അവനൊന്നും നോക്കിയില്ല, വെള്ളത്തിലേക്ക് എടുത്തു ചാടി വേഗം തന്നെ അങ്ങോട്ടേക്ക് നീന്തി പോവാണ്. വെള്ളത്തിൽ വീണ ആളെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് വരാൻ നോക്കുമ്പോൾ ഈ തകർന്നു കിടക്കുന്ന കപ്പലുണ്ടല്ലോ, ഇതിന്റെ അടിഭാഗത്തായിട്ട് ഒരു ഹോള് കാണുകയാണ്. ആ ഹോളിൽ ഇരുന്നു കൊണ്ട് ഒരു പെൺകുട്ടി പൃഥ്വിനെ നോക്കുന്നതും അവൻ കാണുന്നുണ്ട്. അവനാകെ ഷോക്കായി പോയി, വെള്ളത്തിനടിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിന്നാ മരിച്ചുപോയില്ലേ എന്നാൽ ആ ഒരു ഷോക്കിൽ അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്നൊരു കൈ വന്നു അവന് മുകളിലേക്ക് എടുത്തു കൊണ്ടുവന്നു, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് പൃഥ്വിന് ബോധം വന്നത്. ബോധം വന്ന സമയത്ത് തന്നെ തൊട്ട് മുന്നിൽ ആരുണ്ട്? റിയാസ് ഉണ്ട്. കണ്ണ് പൊട്ടുന്ന ചീത്ത അവൻ പറയുന്നുണ്ട്, നിനക്ക് എന്തിന്റെ കഴപ്പായിരുന്നടാ ചോദിച്ചിട്ട്. എടാ അതൊക്കെ പോട്ടെ, ആ ചെക്കനും അതുപോലെ തന്നെ ആ ഒരു കുട്ടി അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. ഓക്കെ ചെറുക്കനും ഓക്കെ, അവനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടി അതിനെവിടുന്നാണ് നീ കണ്ടത്? ഓ നീ വീണ്ടും ഹാലൂസിനേഷൻ തുടങ്ങിയല്ലേ, ഓരോന്ന് കാണാൻ തുടങ്ങിയല്ലേ. ഒന്നും മിണ്ടാതെ പൃഥ്വി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് അവന് മനസ്സിലായി അത് വെറും ഒരു ഹാലൂസിനേഷൻ ആണെന്ന്. എന്നാൽ ഇതെങ്ങനെ ബാക്കിയുള്ളവരോട് പറയും? പിന്നീട് അവന്റെ ഉള്ളിൽ തന്നെ ഒരു സംശയം തുടങ്ങുകയാണ്, ഇത് യഥാർത്ഥത്തിൽ കാണുന്നതാണോ അല്ലെങ്കിൽ വെറും തോന്നലാണോ? അങ്ങനെ വീട്ടിലേക്ക് പോയി, വീട്ടിലേക്ക് ഒറ്റയ്ക്കാണല്ലോ, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. വീട്ടിലേക്ക് വന്ന് അങ്ങനെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് അവന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച ആ ഒരു അപകടം ഉണ്ടല്ലോ, അതൊക്കെ അവന്റെ മൈൻഡിലേക്ക് അങ്ങനെ വരികയാണ്. അതായത് ഭാര്യയും മകളെയും കൂട്ടിയിട്ട് അത്യാവശ്യം നല്ല വേഗത്തിൽ ഒഴുകുന്ന ഒരു പുഴയിലേക്ക് ബോട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ഭാര്യ പറയുന്നുണ്ട്, മോളുള്ളല്ലേ എനിക്ക് പേടിയാണ്, വേണ്ടാന്നൊക്കെ. അപ്പൊ പൃഥ്വിയാണ് ധൈര്യം കൊടുത്ത് ഇവർ രണ്ടുപേരെയും ആ ഒരു ബോട്ടിങ്ങിന്
റൈഡിങ്ങിനായിട്ട് കൊണ്ടുപോയത്. നല്ല വേഗത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ബോട്ടിന് എന്തോ ഒരു അപകടം സംഭവിച്ച് അതിന്റെ ട്യൂബ് എല്ലാം പൊട്ടി എല്ലാവരും വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഭാര്യയും മകളെ രക്ഷപ്പെടുത്താനായിട്ട് പരമാവധി പൃഥ്വി നോക്കിയെങ്കിലും അവന്റെ കാലിപ്പോ എവിടെയോ കുടുങ്ങിപ്പോയി. രണ്ടുപേരെയും കൈകൊണ്ട് പിടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ നല്ല വേഗത്തിൽ ഒഴുകുന്ന വെള്ളമാണ്. ആ ഒഴുക്കിൽപ്പെട്ട് ഭാര്യയും മകളും അങ്ങ് തെറിച്ചുപോയി. പക്ഷെ കാലിവിടെ കുടുങ്ങിയത് കൊണ്ട് പൃഥ്വി രക്ഷപ്പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഭാര്യയും മകളും വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോകുന്നത്. ഈ ഒരു കാര്യം കണ്ട് പൃഥ്വി ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പൊ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഭാര്യയും മകൾ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഭാര്യ അവന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന്, എനിക്ക് പേടിയാണെന്ന്. അതുപോലെ മോളും അതേ രീതിയിൽ തന്നെ സംസാരിച്ചപ്പോൾ പൃഥ്വി ആകെ ഞെട്ടിപ്പോയി. വീണ്ടും ചാടി എഴുന്നേൽക്കുകയാണ്. അതൊരു സ്വപ്നമായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു സ്വപ്നത്തിന് ശേഷം അന്ന് ആ ഒരു കപ്പലിന്റെ അടിയിൽ കണ്ട വിചിത്രമായിട്ടുള്ള ആ ഒരു പെൺകുട്ടി അതാരായിരിക്കും എന്നുള്ള ആ ഒരു ചോദ്യം അവന്റെ മൈൻഡിൽ ഇങ്ങനെ വരികയാണ്. ആ പെൺകുട്ടി അവിടെ തന്നെ ഉണ്ട്. എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം. എന്തായാലും റിയാസിനെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു കോടാലിയും അതുപോലെ തന്നെ ഒരു ടോർച്ച് എടുത്തുകൊണ്ട് നേരെ ആ ഒരു കപ്പലിലേക്ക് പൃഥ്വി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കോടാലി വെച്ച് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഡോറെല്ലാം ഓപ്പൺ ആക്കിക്കൊണ്ട് അവൻ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ കാണുമ്പോൾ തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഉൾഭാഗം കണ്ടാൽ പേടിയും തോന്നും കേട്ടോ. അങ്ങനെ അവൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു കുഴി പോലുള്ള ഭാഗത്തേക്ക് അവൻ തെറിച്ചങ്ങോട്ട് വീഴാണ്. ഒരു വിധത്തിൽ അവിടെയും പിടിച്ച് കയറി ഇങ്ങനെ വരുമ്പോൾ ആ ഒരു പാവ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുകളിലൂടെ ചിലന്തിയെ പോലെ ഒരു പെണ്ണങ്ങനെ അരിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ട് കൈയും കാലും വിറച്ച് പൃഥ്വി പിന്നിലേക്ക് തെറിച്ചു വീഴാണ്. ഇവിടെയാണ് സിനിമയുടെ ഇന്റർവെൽ വരുന്നത്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതായത് ഈ കഥ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. സാധാരണ എന്റെ മെയിൻ ചാനലൊക്കെ കൂടുതലായിട്ടും ആണുങ്ങളാണ് കാണാറ്. പക്ഷേ ഈ ചാനൽ നോക്കുകയാണെങ്കിൽ 50-50 ആണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ ആയിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥയിലൊക്കെ പറഞ്ഞു തരുന്നൊരു ചാനലല്ലേ. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ അത് നിങ്ങൾ പ്രധാനമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേട്ടാ. ഓക്കെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് പൃഥ്വി പിന്നിലേക്ക് തെറിച്ച് വീണു പോയില്ലേ. ആ വീണയിൽ അവന്റെ ബോധം നഷ്ടമായി. ഇപ്പോഴാണ് ബോധം തിരിച്ചു കിട്ടുന്നത്. ചാടി എഴുന്നേൽക്കാണ്. എങ്ങോട്ടേക്ക് പോകണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. പുറത്തേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളും അറിയുന്നില്ല. അത്രയും വലിയ ഷിപ്പാണ്. അങ്ങനെ ആ ഒരു ടോർച്ച് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒരു ഡോറ് കാണാണ്. ആ ഡോറ് തുറന്ന പാട് തന്നെ അഴുകിയ രീതിയിൽ ഒരു ശവം വന്ന് വീഴുന്നുണ്ട്. ആ ബോഡി അത് മറ്റാരുടേതല്ല, രണ്ട് കപ്പിൾസിനെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അതിൽ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെക്കന്റെ ബോഡി അതിപ്പോഴാണ് കിട്ടുന്നത്. കിട്ടുക എന്നല്ല, അതിനെന്താ സംഭവിച്ചതെന്ന് നമ്മൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ദാ മരിച്ചു കിടക്കുന്ന അവിടെ. ഇതുകൂടെ കണ്ടപ്പോൾ ഭയന്ന് വിറച്ചു പോയ പൃഥ്വി അവിടെ നോടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങോട്ടേക്ക് പോകണം, എവിടെയാണ് പ്രധാന വഴി എന്നൊന്നും തിരിയുന്നില്ല. ഭയം കാരണം അലറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവനിങ്ങനെ ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്തു നിന്നും ഈ ഒരു കപ്പലിനെ കാണിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഒരു എന്താ പറയാ, പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക്, ശ്മശാന മൂകത. അതുപോലെ ഒരുമാതിരി വിജൃംഭിച്ച ഒരു കപ്പൽ അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ബുദ്ധിയുള്ള ഒരുത്തിനും ആ കപ്പൽ കാണുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പോകില്ല. പക്ഷേ പൃഥ്വി അതിന്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. നല്ല രീതിയിൽ പെടുകയും ചെയ്തു. ഇപ്പൊ ഉള്ളിൽ പെട്ട് കിടക്കുന്ന പൃഥ്വിയെ വീണ്ടും കാണിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ആ ഒരു വഴിയിൽ വീണ്ടും പാവയെ കാണുകയാണ്. ഇതെന്തെന്ന് ഈ പാവയാണോ ഇനി യഥാർത്ഥത്തിൽ ആ ഒരു ഗോസ്റ്റ്? അങ്ങനെ ഒരു തോന്നൽ വരെ പൃഥ്വിയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അവൻ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വല്ലാത്ത രൂപത്തെ കാണാണ്. ഒരുമാതിരി എല്ലാം ഒടുങ്ങി വളഞ്ഞു നിൽക്കുന്ന ഒരു സാധനം. പിന്നീട് അത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ സാധനം അവിടെ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളെയും പതിയെ മുകളിലേക്ക് പൊന്തിക്കുകയാണ്. ഇത് മുഴുവൻ പൃഥ്വിന് നേരെ എറിയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോർ തുറന്നുകൊണ്ട് റിയാസ് വരികയാണ്. റിയാസ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ രൂപത്തിന് റിയാസും കാണുന്നുണ്ട്. രണ്ടുപേരും കൂടെ ആ ഡോറിലൂടെ പുറത്തേക്ക് പോവാണ്. ഒന്നും നോക്കിയില്ല, കടലിലേക്ക് എടുത്തു ചാടി നീന്തി രക്ഷപ്പെടുന്നുണ്ട്. അടുത്ത സീനില് ഇപ്പൊ റിയാസിനെ കാണിക്കാണ്. പേടിച്ച് വിറച്ച് പനി പിടിച്ച് കിടക്കുകയാണ്. ഇത്രയും ദിവസം പൃഥ്വി പറഞ്ഞ ഒരു കാര്യം പോലും അവൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാത്തിലും വിശ്വാസമായി. മാത്രമല്ല ഇപ്പൊ പോയ സമയത്ത് വീണ്ടും അവനൊരു വീഡിയോ ക്യാമറ കിട്ടിയായിരുന്നല്ലോ. അതിൽ വിഷ്വൽ ഇവർ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കാണുന്നത് സിനിമയുടെ ആരംഭത്തിൽ ഷൂട്ട് ചെയ്ത ആ ഒരു വിഷ്വലാണ്. അതായത് മീരയുടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന്റെ ആ ഒരു വിഷ്വൽ ഇതൊക്കെയാണ്. പിന്നീട് അത് കണ്ടതിന് ശേഷം നേരെ ബാത്റൂമിലേക്ക് ഒന്ന് മുഖം കഴുകാനായിട്ട് പൃഥ്വി പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ കണ്ണാടിയുടെ ഉള്ളിലും ഇതുപോലൊരു രൂപത്തെ കണ്ട് അവൻ പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരികയാണ്. പിന്നെ അവന്റെ മൈൻഡിൽ വീണ്ടും ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. അതായത് അന്ന് വെള്ളത്തിനടിയിൽ കപ്പലിന്റെ ആ ഒരു ഓട്ടയിലൂടെ കണ്ട ആ ഒരു പെൺകുട്ടി, അതുപോലെ ഈ വിഷ്വലിൽ കാണുന്ന ഈ പെൺകുട്ടി, രണ്ടുപേരും ഒന്നാണോ? ഒരുമാതിരി ആകെ കൺഫ്യൂഷനിലായി നിൽക്കുന്ന സമയത്ത് ആ വീഡിയോ വിഷ്വലിൽ മറ്റൊരു കാര്യം കൂടെ കാണുകയാണ്. അവിടെ ജോലി ചെയ്ത ഒരുപാട് ആൾക്കാർ കപ്പലിന്റെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ട് എല്ലാവരും ലൈനായിട്ട് നിന്ന് ഒരൊറ്റ ചാട്ടാണ് വെള്ളത്തിലേക്ക്. പക്ഷെ പിന്നീട് ആ ഒരു വിഷ്വൽ കാണാനില്ല. ഇതും തോന്നലായിരിക്കോ എന്ന് അവന്റെ ഉള്ളിൽ തോന്നുകയാണ്. ഇനിയും ഇതിങ്ങനെ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ റിയാസിനെയും ഭാര്യയും വിളിച്ചിട്ട് ആ ഒരു സൈക്കോളജി ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മൂപ്പരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് റിയാസും അതുപോലെ തന്നെ പൃഥ്വിയും എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അവസാനം ഇവരൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അതായത് അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് പോലെ 4 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 3 വയസ്സുള്ള പെൺകുട്ടിയുടെ ആത്മാവാണ് ആ ഒരു കപ്പലിലുള്ളത്. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഇവർ രണ്ടുപേരും കണ്ട ആ ഒരു പെൺകുട്ടിക്ക് ഏകദേശം ഒരു 10-12 വയസ്സുണ്ടാവും. അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥയുമായിട്ട് ഇത് മാച്ച് ആവുന്നില്ലല്ലോ. ആ സമയത്താണ് പൃഥ്വി ഒരു കാര്യം പറയുന്നത്. നാട്ടുകാരെല്ലാം പറഞ്ഞു കിടക്കുന്ന 3-4 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി അത് 12 വർഷം മുന്നേ ആയിരുന്നു. ഇപ്പൊ ആ ഒരു പെൺകുട്ടി വലുതായിട്ടുണ്ട്. നമ്മൾ കണ്ട ആ ഒരു പ്രേതം അതൊരു പ്രേതം ആയിരിക്കില്ല, ജീവനുള്ളൊരു പെൺകുട്ടി തന്നെയാണ്. ഇത് കേട്ടപ്പോൾ റിയാസിന് ദേഷ്യം വരികയാണ്. നീ എന്ത് വിഡിത്തരേ പറയുന്നത്? ആ പെൺകുട്ടിക്ക് ജീവനൊന്നുമില്ല, അത് മരിച്ചുപോയ ഒരു
കുഞ്ഞിന്റെ ആത്മാവാണ്. ഇപ്പൊ ഡോക്ടർ പറയാണ്, അവൻ പറയുന്നത് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയണ്ട. എനിക്കും തോന്നുന്നത് ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോഴും ജീവനുണ്ട് എന്നാ. എന്നാൽ അവളുടെ ഉള്ളിലേക്ക് വല്ല ദുഷ്ടശക്തിയോ വല്ല ചെകുത്താന്റെ ശക്തിയോ അല്ലെങ്കിൽ ഭൂതത്തിന്റെ ശക്തിയോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും. ചിലപ്പോ അവളുടെ ദേഹത്ത് ആ ഒരു ചെകുത്താന്റെ ശക്തി ഉള്ളത് കൊണ്ടായിരിക്കണം കഴിഞ്ഞ 12 വർഷമായിട്ട് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് ആ പെൺകുട്ടി പറ്റിയത്. ഇപ്പൊ പൃഥ്വി പറയാണ്, അങ്ങനെ ആ ഒരു പെൺകുട്ടി അവിടെ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവളെ രക്ഷപ്പെടുത്തണ്ടേ. പൃഥ്വി നീ പറയുന്നതൊക്കെ ശരിയാണ്, രക്ഷപ്പെടുത്തണം. പക്ഷേ ഒറ്റയടിക്ക് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അതിനു മുന്നേ ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. എന്താണ് ആ ഷിപ്പിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇപ്പൊ എന്തൊക്കെയാണ് ആ ഒരു ഷിപ്പിലുള്ളത്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്താതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ കഥ ഇനിയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്നത്. പിറ്റേ ദിവസം മുതൽ പൃഥ്വി ഈ കപ്പലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാന്തമായിട്ട് ഫുൾ ടൈം അതിൽ തന്നെ. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ അന്വേഷണമൊന്നും അവനങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതെയായി. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനായിട്ടുള്ള റിയാസിനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ റിയാസ് കേട്ടപാട് പറയാണ്, ഈ പരിപാടിക്ക് ഞാനില്ല, കാരണം പ്രേതബാധയുള്ള സ്ഥലമാണ്, വെറുതെ അങ്ങോട്ടേക്ക് വന്ന് എന്റെ ജീവിതം തുലക്കാൻ ഞാനില്ല. അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ പൃഥ്വി പോയിട്ട് പറയണം, എടാ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് നീ, അപ്പൊ നീ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് നമുക്ക് പുറത്തുനിന്ന് കിട്ടാതിരിക്കല്ലോ, പ്ലീസ് വാടാ. ഇത് കേട്ടപ്പോൾ റിയാസ് പറയണത്, നീ എന്താ വിചാരിക്കുന്നത്? അതിനുള്ളിൽ ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് നിന്റെ മകളെ രക്ഷപ്പെടുത്തിയതുപോലെ ഒരു ഫീല് കിട്ടുമെന്നാണോ? എടാ ഇതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്, നിന്റെ മകൾ മരിച്ചതിന്റെ കാരണം അത് നീയാണ് എന്നുള്ള ആ ഒരു ഗിൽറ്റ് കാരണമാണ്. അത് ആദ്യം കള, അതിന്റെ പുറത്തേക്ക് നീ വാ. ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മുടെ പൃഥ്വി പെട്ടെന്നൊന്ന് ഷോക്കായി പോവാണ്. റിയാസിനാണെങ്കിൽ ഇത് പറഞ്ഞു പോയല്ലോ എന്നും തോന്നുകയാണ്. ഒന്നും മിണ്ടാതെ പൃഥ്വി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനി ആരുടെയും ഹെൽപ്പ് വേണ്ട, ഒറ്റയ്ക്ക് റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓരോ പത്ര കട്ടിങ്സുകളും പല ബുക്കുകളും എല്ലാം വായിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ഒരു ക്ഷീണത്തിൽ പതിയെ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ ആരും ഒരാൾ വന്നിട്ട് കഥക് തട്ടുന്നുണ്ട്. പക്ഷെ വാതിൽ തുറന്നപ്പോൾ ആരുമില്ല. തിരിച്ചു വന്ന് നോക്കുമ്പോൾ പൃഥ്വിയുടെ മകൾ കളിക്കുന്ന ഒരു എന്താ പറയാ പേപ്പർ കപ്പ് ഫോൺ ഉണ്ടല്ലോ, അത് അവിടെ കിടക്കുന്ന കാണുകയാണ്. ചുമ്മാ അതൊന്ന് എടുത്ത് നോക്കി, പിന്നെ ചുറ്റും നോക്കിയപ്പോൾ സിറ്റുവേഷൻ ആകെ മാറുകയാണ്. അന്ന് ഫാമിലി ആയിട്ട് ബോട്ടിങ്ങിന് പോയില്ലേ, ആ ഒരു സ്ഥലമായിട്ട് മാറുന്നുണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് മകള് നിൽക്കുന്നുണ്ട്. അച്ഛാ നിങ്ങൾ എന്നെ വിട്ട് കളഞ്ഞല്ലേ, എന്നെ രക്ഷിച്ചോടായിരുന്നു അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് പൃഥ്വിയോട് അങ്ങനെ സംസാരിക്കുകയാണ്. പൃഥ്വി ആണെങ്കിൽ സങ്കടം കൊണ്ട് കരയുന്നുണ്ട്. പെട്ടെന്ന് വീണ്ടും ആ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. ഇപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങൾ പൃഥ്വി റിയലൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. മോള് മരിച്ചുപോയതിന്റെ കാരണക്കാരൻ ഞാനാണ് എന്നുള്ള ആ ഒരു ഗിൽറ്റ് എന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ആ ഷിപ്പിന് എന്താ സംഭവിച്ചത്, അതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലിയിലൊന്നും ഇപ്പൊ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഇപ്പൊ ഇതിന്റെ പുറകാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പിറകാലെ പോയി 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 ഒരുമാതിരി ഭ്രാന്തായതുപോലെ ആവുകയാണ്. അങ്ങനെ ടയേർഡായിട്ട് പൃഥ്വി അവന്റെ സോഫയിൽ കിടക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് അബദ്ധവശാൽ താഴേക്ക് വീഴാണ്. അതുപോലെ തന്നെ ടിവിയിൽ വിഷ്വൽ ഇപ്പോൾ പ്ലേ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ ക്യാമറയിലുള്ള ഇതുവരെയും കാണാത്ത വിഷ്വൽസ് ആയിരുന്നു അത്. അതായത് കപ്പലിന്റെ മുകളിൽ നിന്നും ജോലി ചെയ്യുന്ന ഒരാൾ, ഇയാളുടെ വീഡിയോ ആണ് ആരും എടുക്കുന്നത്, ഇയാൾ താഴേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു വീഡിയോ അവിടെ കട്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുശേഷം ആ ഒരു ഷിപ്പിന്റെ ഉൾഭാഗം കാണിക്കുകയാണ്. നമ്മുടെ പൃഥ്വി വിചാരിച്ചതുപോലെ തന്നെ മീര, ആ പെൺകുട്ടി ഇപ്പോഴും ജീവനോട് തന്നെ ആ ഒരു കപ്പലിന്റെ ഉള്ളിലുണ്ട്. അവൾ തന്നെയാണ് ആ ഒരു കപ്പലിലെ പ്രേതം എന്ന് പറയുന്നത്. നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു വെള്ളം എല്ലാം കുടിച്ച് അതിൽ ചുമ്മാ അങ്ങനെ അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. ഇതേ സമയത്തിന് ആ വെള്ളത്തിലേക്ക് ഒരു മീൻ വന്ന് വീഴുന്നുണ്ട്. എനിക്കിത് വേണ്ട, എനിക്കിത് കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും മറ്റെന്തോ ഒരു ഘോരമായ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൾ ആ ഒരു മീൻ എടുത്ത് കഴിക്കുകയാണ്. അതായത് പൃഥ്വിനോട് ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, അവൾ ജീവനോടെ ഉണ്ട്. പക്ഷേ ഈ 12 വർഷമായിട്ട് ആ മീര എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു ശക്തി ഉണ്ടാവും. ആ ശക്തി തന്നെയാണ് ഇപ്പൊ അവളോട് ദേഷ്യപ്പെട്ടതും. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ പൃഥ്വിനെ കാണിക്കുകയാണ്. ഡോക്ടറെ കാണാൻ വേണ്ടി നേരെ അദ്ദേഹത്തിന്റെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ വീഡിയോ വിഷ്വൽ അതിനെക്കുറിച്ചാണ് ഡോക്ടറോട് ഇപ്പൊ പൃഥ്വി പറയുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത് ആ പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ അമ്മയാണ്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പല തവണയായിട്ട് ഒരു ചെറുപ്പക്കാരൻ അവളെ നോക്കി ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് ആ സ്ത്രീക്കും അതുപോലെ തന്നെ ആ ഒരു ചെറുപ്പക്കാരന്റെ ഇടയിലുണ്ടായിരുന്ന ഒരു ബന്ധം അറിയില്ല. മാത്രമല്ല ആ ഒരു കപ്പലിന്റെ പല ഭാഗത്തേക്കും പോയിട്ട് ആ സ്ത്രീ പല വിഷ്വലുകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഡോക്ടർ അവനോടൊരു കാര്യം പറയാണ്. അതായത് ഇത്രയും ആൾക്കാർ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടും തിരിച്ചു വന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്, നീയും റിയാസും. അതായത് ഏതോ ഒരു ശക്തി നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. അതായത് അവിടെയുള്ള എന്തോ ഒരു കാര്യം പുറം ലോകം അറിയണം എന്നുള്ള ആ ഒരു ആഗ്രഹം ആ ശക്തിക്കുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് റിയാസ് ഓടി വരുന്നുണ്ട്. അവനെ കെട്ടിപ്പിടിച്ച് സോറി പറയണം. എടാ അന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ, എന്തായാലും നിന്റെ കൂടെ ഞാൻ കട്ടക്കണ്ടം. ഇപ്പൊ തന്നെ നല്ലൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ വന്നത്. അതായത് 2001 സീബേർഡ് എന്ന് പറഞ്ഞ ഈ ഒരു കപ്പല് കടലിലേക്ക് ഇറങ്ങിയത്. അത് അതിന്റെ അവസാനത്തെ പോക്കായിരുന്നു. മാത്രമല്ല ആ ഒരു കപ്പലിൽ നിന്ന് സർവൈവ് ആയത് ഒരേ ഒരാളാണ്. അതൊരു സ്ത്രീയാണ്. അവളുടെ പേര് വന്ദന എന്നാണ്. ഈ വന്ദന മറ്റാരുമല്ല, അന്ന് ആ ഒരു കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റന്റെ ഭാര്യയാണ്, അതായത് മീരയുടെ അമ്മ. അവരുടെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പൊ നേരെ അങ്ങോട്ടേക്ക് റിയാസും പൃഥ്വിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അവരിപ്പോൾ ഉള്ളത് ഒരു ചർച്ചിലാണ്. നേരെ ആ ഒരു ചർച്ചിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. മാത്രമല്ല ഈ പൃഥ്വി പല തവണയായിട്ട് ആ പാവ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു വല്ലാതെ തരം മ്യൂസിക് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ചർച്ചിലേക്ക് വന്ന സമയത്ത് ആ മ്യൂസിക് പ്ലേ ചെയ്യാൻ കേട്ടോ. ആ ചർച്ചിൽ തന്നെ അപ്പൊ വന്ദന ഉണ്ടായിരുന്നു. ഈ മ്യൂസിക് കേട്ടപാട് അവർ വല്ലാണ്ട് ഭയന്നു പോവാണ്. പിന്നീട് പൃഥ്വി അതുപോലെ തന്നെ റിയാസ് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വന്ദനയല്ലെന്ന് ചോദിക്കുമ്പോൾ വന്ദനയാണെന്ന് പറയണം. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അവളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ മകൾ മീര അവൾ ഇപ്പോഴും ജീവനോടെ ആ ഒരു കപ്പലിലുണ്ട്. അതുപോലെ അവിടെ ആ ഒരു ലാപ്ടോപ്പ് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ വിഷ്വൽ
അത് മുഴുവൻ ഷൂട്ട് ചെയ്തത് ഈ വന്ദനയാണ്. കപ്പലിൽ ഇപ്പോഴും മീര ജീവനോട് ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അത് ഇപ്പൊ വന്ദനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അവിടെ പല ആൾക്കാരുടെയും വിഷ്വല് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലൊരു ചെറുപ്പക്കാരൻ മാത്രം നിങ്ങളെ നോക്കി വല്ലാത്ത രീതിയിൽ ചിരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. എന്താണ് ശരിക്കും അവിടെ നടന്നത് നിങ്ങൾ പറ. ഇപ്പൊ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വന്ദന വല്ലാണ്ടിരുന്ന് കരയാൻ തുടങ്ങുകയാണ്. ആ കപ്പലിലെ ക്യാപ്റ്റൻ ആയിരുന്നു അവളുടെ ഹസ്ബൻഡെങ്കിലും അവിടുത്തെ ജോലിക്കാരനായിട്ട് ഈ ചെറുപ്പക്കാരനുമായിട്ട് വന്ദനയ്ക്ക് ചെറിയൊരു റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വല്ലാണ്ട് ഇത് കരയാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് പൃഥ്വി ഒരു കാര്യം ചോദിക്കുകയാണ്. എന്റെ മകൾ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. എനിക്ക് എന്റെ മോളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളുടെ മകൾ ഇപ്പോഴും അവിടെ ജീവനോടുണ്ട്. ആ കുഞ്ഞിനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് സത്യങ്ങൾ പറഞ്ഞു പറയണം. അങ്ങനെ വന്ദന കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. ആ ഒരു ഷിപ്പ് ഉണ്ടല്ലോ അതിന്റെ ക്യാപ്റ്റൻ എന്റെ ഹസ്ബൻഡ് വളരെ മോശമായിട്ടുള്ള ഒരാളാണ്. പുറംലോകം അറിയാതെ ഈ കപ്പലിൽ ഒരുപാട് മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഇയാൾ സ്മഗ്ലിംഗ് ചെയ്യായിരുന്നു. പിന്നെ ഈ ഒരു കപ്പലിലുള്ള എല്ലാ ജോലിക്കാരും ഇയാൾ പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ക്യാപ്റ്റനെതിരെയായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊന്നുകളയും, കടലിലേക്ക് വലിച്ചെറിയും. കാരണം കപ്പലിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും ക്യാപ്റ്റന്റെ ആളുകളാണ്. ഇതിനു പുറമെ ഈ ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ വല്ലാണ്ട് ഡ്രഗ് ഉപയോഗിക്കുകയായിരുന്നു. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വന്ദനയുടെ അടുത്തേക്ക് വരും, അവളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ ഇത് സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം വന്ദന ആ ഒരു കപ്പലിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. അവന്റെ പേരാണ് അമർ. ആത്മഹത്യ ചെയ്യാൻ നിന്ന വന്ദനയെ അവനാണ് കാര്യങ്ങൾ പറഞ്ഞ് തിരിപ്പിച്ച് അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് അവളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. മാത്രമല്ല ഇതിനുശേഷം അവരുടെ ഇടയിൽ ഒരു റിലേഷൻ ഉണ്ടാവുന്നുണ്ട്. മരിക്കാൻ പോയോടുന്ന് വന്ദനയെ തിരിച്ചു കൊണ്ടുവന്നത് അമറാണ്. മാത്രമല്ല അവൾക്ക് നല്ലൊരു മെന്റൽ സപ്പോർട്ടും അമർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മറ്റാരും അറിയാതെ കപ്പലിൽ വെച്ച് ഇവരുടെ റിലേഷൻ നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം വന്ദന പറയാണ് ഈ ക്യാപ്റ്റൻ ചെയ്യുന്ന എല്ലാ പരിപാടിയും പുറം ലോകം അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് ക്യാമറയിൽ ഇവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അമറാണ്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് അത് വന്ദനയാണ്. അങ്ങനെ ഒരു ദിവസം ക്യാപ്റ്റന്റെ ഒരാള് ഈ ഒരു കാര്യം കാണുന്നുണ്ട്. പക്ഷേ വന്ദനയെ കാണുന്നില്ല. വീഡിയോ എടുക്കുന്ന അമറിനെ മാത്രമാണ് അവർ കണ്ടത്. കാര്യം പോയിട്ട് ക്യാപ്റ്റനോട് പറയാണ്. അങ്ങനെ വീഡിയോ എടുത്തുകയെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ്. അമറിനെ പിടിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അവനവിടെ ആ ഒരു വീഡിയോ എടുത്തതിന്റെ ക്യാസറ്റ് അതൊക്കെ എവിടെയാന്ന് ചോദിച്ച സമയത്ത് അവനൊരു അക്ഷരം മിണ്ടിയില്ല. അതിന് പുറമെ വന്ദനയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അതും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസം അവൻ അവിടെ കെട്ടിയിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അടിച്ചടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള ആ ഒരു മർദ്ദനം കാരണം തന്നെ 2 ദിവസം കൊണ്ട് അമർ മരണപ്പെട്ടു പോവാണ്. വേദന സഹിച്ച് ഇഞ്ചിഞ്ചായിട്ടാണ് ആ ഒരു പാവം മരണപ്പെട്ടു പോയത്. അപ്പോഴും അത്രയും ക്രൂരമായിട്ട് വേദന അനുഭവിക്കുമ്പോഴും വന്ദനയെക്കുറിച്ച് ഒരു കാര്യവും അമർ പറഞ്ഞായിരുന്നില്ല. പക്ഷേ അമറുമായിട്ടുണ്ടായിരുന്ന ആ ഒരു റിലേഷനിൽ വന്ദന പ്രഗ്നന്റ് ആയി. ആ കാര്യം ഒന്നും ക്യാപ്റ്റനോട് പറഞ്ഞില്ല കേട്ടോ, അതായത് ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. പക്ഷേ ഗർഭിണി ആയതിനു ശേഷം വന്ദനയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ക്യാപ്റ്റൻ ഒരു ഇച്ചിരി ഒന്ന് ചവിട്ടാണ്. അവളെ ഉപദ്രവിക്കാതെയായി. അങ്ങനെ അധികം വൈകാതെ തന്നെ വന്ദന പ്രസവിക്കുകയാണ് മീരയെ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയി. മീരയ്ക്ക് അന്ന് 3ാമത്തെ വയസ്സാണ്. ബർത്ത്ഡേയും പാർട്ടിയൊക്കെ ആയിട്ട് എല്ലാവരും അന്ന് നല്ല സന്തോഷത്തിലായിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ എന്റെ മകൾ മീരയെ കാണാതായി. ഇതും പറഞ്ഞ് വന്ദന ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവരുടെ കൂടെ ആ ഒരു ഡോക്ടറും ഉണ്ട്. അപ്പൊ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന പാടിനെ ഇവരോട് പറയുന്ന ഒരു കാര്യം, അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം ആ ഒരു ഷിപ്പിലുള്ള ആ ഒരു ആത്മാവ് അത് മറ്റാരുമല്ല, അത് അമറിന്റെ ആത്മാവാണ്. സ്വന്തം മകളായതുകൊണ്ടാണ് മീരയെ അമർ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെ മീരയെ നോക്കുന്നതും കഴിഞ്ഞ 12 വർഷമായിട്ട് മീരയ്ക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞതും അവളുടെ അച്ഛൻ അതായത് അമറിന്റെ ആത്മാവ് അവിടെ ഉള്ളത് കൊണ്ടാണ്. ബാക്കിയുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞതും ഇതേ അമറിന്റെ ആത്മാവ് തന്നെയാണ്. ഈ ആത്മാവിനെ ഇനി ഇല്ലാതാക്കണമെങ്കിൽ അമറിന്റെ ആ ഒരു ഡെഡ് ബോഡി കപ്പലിന്റെ എവിടെയോ ഇപ്പോഴും ഉണ്ട്. അതിനെ ദഹിപ്പിച്ചാൽ മാത്രമേ ആ ഒരു ആത്മാവ് അവിടെ നിന്ന് പോവുള്ളൂ. അപ്പൊ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് അവന്റെ ആ ഒരു ബോഡി നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ വന്ദന പറയാണ് എനിക്കറിയാം അത് എവിടെയാ വെച്ചെന്ന്, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയാണ്. അങ്ങനെ വന്ദനയും ഇവർ 3 പേരും റിയാസും പൃഥ്വി അതുപോലെ തന്നെ ഡോക്ടർ 3 പേരും ഇപ്പോൾ ആ ഒരു ഷിപ്പിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഡോക്ടറും പൃഥ്വിയും റിയാസും കൂടിയാണ്. അപ്പോൾ അമറിന്റെ ആ ഒരു ബോഡി എവിടെയുള്ളതെന്ന് വാക്കി ടോക്കിയിലൂടെ ഇവർക്ക് വന്ദന പറഞ്ഞു കൊടുക്കും. വന്ദന മുകളിൽ തന്നെയാണ് നിൽക്കുക. അങ്ങനെ പെട്രോൾ ക്യാൻ എടുത്തുകൊണ്ട് ഇവർ 3 പേരും അങ്ങോട്ടേക്ക് പോവാണ്. റിയാസിന്റെ കയ്യിലാണ് ഈ ക്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ കപ്പലിന്റെ ഉള്ളിലേക്ക് പൃഥ്വി അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടർ ഇവർ കയറി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ഡോർ ഒറ്റ ക്ലോസ് ആവിലാണ്. ഉള്ളിൽ ഡോക്ടറും പൃഥ്വിയും പെട്ടുപോയി. പുറത്താണെങ്കിൽ റിയാസ് ഒറ്റയ്ക്കും. പിന്നീട് റിയാസിന്റെ അടുത്തേക്ക് ആ ഒരു ആത്മാവ് വന്ന് അവനെ വല്ലാണ്ടിട്ട് പേടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടറും നമ്മുടെ പൃഥ്വി ആണെങ്കിൽ എന്തായാലും ഉള്ളിൽ പെട്ടുപോയി. വന്ദന പറയുന്നത് പോലെ ആ സ്ഥലത്തേക്ക് പോവാന്ന് അവർ തീരുമാനിക്കുകയാണ്. ഇപ്പൊ മുകളിൽ വന്ദനയെ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഇപ്പൊ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ശബ്ദമൊന്നും ക്ലിയർ ആവുന്നില്ല. വന്ദന നോക്കുമ്പോൾ 12 വർഷങ്ങൾക്ക് മുന്നേ വന്ദനയുടെ മകൾ മീരയെ കാണാതായില്ലേ, അതേ പ്രായത്തിൽ നിൽക്കുന്ന മീരയെ അവിടെ കാണുകയാണ്. അത് വെറൊരു തോന്നലായിരിക്കണം. അത് കണ്ട് അവൾ അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കപ്പലിന്റെ ഉള്ളിലേക്ക് പോയ പൃഥ്വി അതുപോലെ തന്നെ ഡോക്ടർ 2 പേരെയും കാണിക്കുന്നുണ്ട്. ഇവർക്ക് ഇപ്പോൾ വന്ദനയോട് സംസാരിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ വന്ദന പറയാണ് ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് അങ്ങനെ പോവാ. അപ്പൊ അവിടെ ഒരു സീക്രട്ട് ഡോറ് കാണാൻ കഴിയും. അതിന്റെ ലിവർ പുറത്തു തന്നെ ഉണ്ടാവും. അത് തുറന്നാൽ മതി നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയും എന്ന് എത്ര നോക്കിയിട്ടും ആ ഒരു ഏരിയ ഡോക്ടർക്കും അതുപോലെ തന്നെ പൃഥ്വിനും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ റിയാസ് നോക്കുമ്പോൾ അവർ കൊണ്ടുവന്ന ആ ഒരു പെട്രോളിന്റെ ക്യാനോ ഇതൊന്നും കാണുന്നില്ല. എന്നാൽ ഓൾറെഡി ഈ ഷിപ്പിൽ ഒരുപാട് ഓയിൽ ഉണ്ട്. ആ ഓയിൽ ലീക്ക് ചെയ്തിട്ട് അത് കത്തിക്കാന്ന് റിയാസ് തീരുമാനിക്കുകയാണ്. പതിയെ അതിന്റെ ലിവറൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡോക്ടറും അതുപോലെ തന്നെ പൃഥ്വി ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഡീസൽ വന്ന് നിറയുന്നുണ്ട്. ഒരു സ്പാർക്ക് മതി ഇതിന് തീ പിടിക്കാനായിട്ട്. പക്ഷെ എന്നിട്ടും വന്ദന
പറഞ്ഞ ഒരു സീക്രട്ട് റൂമും അതിന്റെ ആ ഒരു വാൽവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വന്ദനയായിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു റൂം അവള് തന്നെ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു അസ്ഥികൂടം കാണിക്കുകയാണ്. അത് തന്നെയാണ് അമറിന്റെ അസ്ഥികൂടം. അവൻ അവിടെ തൂക്കിയിട്ട് അളിഞ്ഞ് ദ്രവിച്ച് വെറും അസ്ഥികൂടം പോലെ മാത്രമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നശിപ്പിച്ചു കളയണം. അതിനുവേണ്ടി ഇവര് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മീര വരുന്നത്. മീരയുടെ ഉള്ളിൽ ആരുണ്ട്? അമറിന്റെ ആത്മാവുണ്ട്. വന്ന പാട് തന്നെ ഡോക്ടറിനെയും നമ്മുടെ പ്രത്യേകം പൊക്കി അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അധികം വൈകാതെ അവർ മരിക്കുകയും ചെയ്യും. എന്ന ഈ സമയത്താണ് മീരയ്ക്ക് ചെറുപ്പത്തിൽ വന്ദന പാടിക്കൊടുത്ത ആ ഒരു പാട്ട് അവളിപ്പോ കേൾക്കുന്നത്. അവളുടെ ശ്രദ്ധ മാറി ആ പാട്ടിലേക്ക് അവളുടെ ശ്രദ്ധ പോവാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അമ്മ വന്ദന തന്നെയാണ് ആ ഒരു പാട്ട് പാടുന്നത് കേട്ടോ. എന്നാൽ അങ്ങോട്ടേക്ക് ഓടിപ്പോയ പൃഥ്വിയാണെങ്കിൽ വന്ദനയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഇത് ചെയ്യണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും, ഇത് ഞാൻ ചെയ്തോളാം, ഇത് എന്റെ കടമയാണെന്ന് പറഞ്ഞിട്ട് വന്ദനയോട് പറയുന്ന അതേ സമയത്താണ് ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ ഒരു കാര്യം കാണാൻ കഴിയുന്നത്. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ക്യാപ്റ്റനും അയാളുടെ ആളുകളും കൂടിയിട്ട് ഈ അമറിനെ ആ റൂമിൽ വെച്ച് 2 ദിവസം ക്രൂരമായിട്ട് മർദ്ദിച്ചല്ലോ. എന്നാൽ ആ അടി കൊണ്ടിട്ടും അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം അവനെ കാണാനായിട്ട് മീര നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അടി കൊണ്ട് ഒരു പരുവായി നിൽക്കുന്ന അമറിനോട് അവൾ ആ ഒരു സന്തോഷ വാർത്ത പറയാണ്, ഞാൻ ഗർഭിണിയായിട്ടുണ്ട്, കുഞ്ഞിന്റെ അച്ഛൻ നീ തന്നെയാണ്. ഇത് കേട്ട് അമർ അത്രയും അടി കൊണ്ട് വേദനിച്ച് നിൽക്കുമ്പോഴും അവളെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. അവന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്തോ ഒരു എന്താ പറയാ, ഒരു പുതിയ ജീവിതം കിട്ടാൻ പോവുകയാണ്, ഇവിടുന്ന് രക്ഷപ്പെടുകയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ അവന്റെ കണ്ണിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വന്ദന പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ വന്ദന അവനോടൊരു കാര്യം പറയാണ്, നീയാണ് കുഞ്ഞിന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ സ്വസ്ഥമായിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എന്റെ ഭർത്താവിനെ ഇനി മുതൽ നല്ല നോക്കിക്കോളും. അതുകൊണ്ട് ഈ രഹസ്യം അറിയാവുന്ന നീ ഇനി ജീവനോടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ മുതുകിൽ തന്നെ പലതവണ കത്തി കൊണ്ട് കുത്തി കുത്തി വന്ദനയാണ് അമറിനെ കൊന്നു കളഞ്ഞത്. ഒരു വല്ലാത്ത ചതിയായി പോയല്ലേ. മരിക്കാൻ പോയ വന്ദനയെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ആ അമർ. ആ അമർ എന്തായാലും ഈ രഹസ്യമൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. എന്നിരുന്നാലും സ്വാർത്ഥയായിട്ടുള്ള വന്ദന അവനെ കൊന്നു കളഞ്ഞു. വന്ദനയുടെ കൈ പിടിച്ചതുകൊണ്ട് തന്നെ പൃഥ്വിനും ഈ രഹസ്യം മനസ്സിലാവാണ്. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റാരുമല്ല, അമറിന്റെ ആത്മാവ്. വന്ന പാട് തന്നെ ആ ഒരു പക കാരണം വന്ദനയുടെ കഴുത്ത് തന്നെ അവൻ വെട്ടിമുറിച്ചിടുകയാണ്. പിന്നീട് ഡോക്ടർ നമ്മുടെ പൃഥ്വിയും കൂടെ മീരയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ഡോക്ടർ എടുത്ത് വെള്ളത്തിലേക്ക് എറിയാണ്. അപ്പൊ തന്നെ ഡോക്ടർ മരിച്ചു പോകുന്നുണ്ട്. ഇനി പാകമുള്ളത് നമ്മുടെ പൃഥ്വി മാത്രമാണ്. അവനെയാണെങ്കിലോ ഈ ഒരു പ്രേതം വന്നിട്ട് തൂക്കിയെടുത്ത് കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പൃഥ്വിക്ക് യാതൊരു പിടുത്തവുമില്ല. അപ്പോഴാണ് അവൻ കൊണ്ടുവന്ന ആ ഒരു കോടാലി കാണുന്നത്. ഒന്നും നോക്കിയില്ല, ഇവിടെ മുഴുവനായിട്ടും ഡീസൽ സ്പ്രെഡ് ആയിട്ടുണ്ടല്ലോ. ആ കോടാലി വെച്ച് ഒരു കമ്പി കിട്ടി ഇറുക്കി എറിയുന്നുണ്ട്. അപ്പൊ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവാണ്. ആ സ്പാർക്കിൽ അവിടെ തീ പിടിക്കുകയാണ്. ആ തീ മുകളിലുണ്ടായിരുന്ന തൂങ്ങിക്കിടക്കുന്ന അമറിന്റെ ആ ഒരു അസ്ഥികൂടം ഉണ്ടല്ലോ, ആ അസ്ഥികൂടത്തിലേക്കും പകരുകയാണ്. പിന്നീട് അതങ്ങനെ നിന്ന് കത്താൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ പൃഥ്വിയുടെ കഴുത്തിൽ പിടിച്ചു നിൽക്കുന്ന അമറിന്റെ ആത്മാവ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ്. ഇവിടെ വെച്ച് വന്ദനയും മരിച്ചുപോയി, അതുപോലെ തന്നെ ഡോക്ടറും മരിച്ചുപോയി. ഇനിയിപ്പോൾ അവിടെ ജീവനോട് ബാക്കിയുള്ളത് നമ്മുടെ പൃഥ്വിയാണ്. പൃഥ്വി നോക്കുമ്പോൾ മീരയുടെ ബോഡിയും അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. അവളുടെ ഉള്ളിൽ ഇപ്പോൾ ആ ഒരു ആത്മാവില്ല. അവളിപ്പോൾ സാധാരണ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ പൃഥ്വി ഒന്നും നോക്കിയില്ല. അവളെ എടുത്തുകൊണ്ട് അധികം വൈകാതെ ഇവിടെ ഇനി തീ ആളി പടരാൻ പോവാണ്. അതിന് മുന്നേ ആയിട്ട് കപ്പലിൽ കുറേ ഭാഗത്ത് വെള്ളം നിറഞ്ഞെടുക്കുകയാണ്. ആ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് അവളെ എടുത്തുകൊണ്ട് ഊളിയിട്ട് പോവാണ്. പക്ഷേ ഈ കപ്പലിന്റെ ഏത് ഭാഗത്തോടെ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകും. കുറച്ചു നേരമായിട്ട് അടിക്ക് വന്നതുകൊണ്ട് തന്നെ ശ്വാസവും കിട്ടുന്നില്ല. ആ സമയത്താണ് കുറച്ച് ദിവസം മുന്നേ വെള്ളത്തിനടിയിലേക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പൃഥ്വി വന്നപ്പോൾ ഒരു ഗ്യാപ്പ് കണ്ടായിരുന്നല്ലോ. അവിടെ ഇരിക്കുന്ന മീരയും കണ്ടായിരുന്നല്ലോ. സോ ആ ഗ്യാപ്പ് ഇപ്പോൾ പൃഥ്വി കാണാണ്. അതിലൂടെ മീരയും കൂട്ടിയിട്ട് അവൻ പുറത്തേക്ക് വരുന്നുണ്ട്. അവസാനം നീന്തി നീന്തി വെള്ളത്തിന്റെ മുകളിലേക്ക് എത്തുകയാണ്. ഇവരുടെ കൂടെ ആ ഒരു പാവയും മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുണ്ട്. കപ്പലൊക്കെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അതിൽ ആ ഒരു പ്രേതബാധയും കാര്യങ്ങളൊക്കെ പോയല്ലോ. അതുപോലെ അമറാണെങ്കിൽ നമ്മുടെ മീരയുടെ ലീഗലായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവളെ സ്വന്തം മകളെ പോലെ വളർത്താനായിട്ടുള്ള എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. സോ സ്വന്തം മകളെ പോലെ തന്നെയാണ് പൃഥ്വി ഇപ്പോൾ അവളെ നോക്കുന്നത്. അവളുടെ ആരോഗ്യമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരാനുണ്ട്. കാരണം 12 വർഷമായിട്ട് ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ച ആളല്ല മീര. എന്തായാലും സ്വന്തം മകളെ പോലെ തന്നെ കണ്ട് പൃഥ്വി അവളെ നന്നായിട്ട് നോക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഈ സിനിമ തീരുകയാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ സിനിമയുടെ പേരാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ബൂത്ത് പാർട്ട് 1 ദ ഹോണ്ടഡ് ഷിപ്പ്. അതായത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ സംഭവങ്ങൾ ഇറുക്ക്. എന്തായാലും ഇതിന്റെ അടുത്ത പാർട്ടിനായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സിനിമ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.